നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടനയുടെ പ്രവർത്തകന്മാർ അവരെപ്പോഴും അവലംബിക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അധികാരമല്ല, വേറെ എന്തെങ്കിലുമല്ല. നമ്മുടെ നിയ്യത്ത് അത് മാത്രമാണ്. ആ ഒരൊറ്റ വിചാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്നിട്ടുള്ള മാർഗം. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ സഹായം വിചാരിക്കാത്ത രൂപത്തിൽ ലഭിക്കും. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്, അല്ലാതെ അതിങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആളുകളുടെ എണ്ണം കൊണ്ടല്ല മനുഷ്യന്റെ വിജയം, മറിച്ച് ഇഖ്ലാസോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് ലഭിക്കുന്ന അംഗീകാരമാണ് വിജയത്തിന്റെ മാനദണ്ഡം. നമ്മുടെ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവറുകൾ, ബഹുമാനപ്പെട്ട MA ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ ഹംസ ഉസ്താദ്, ഇന്നും നമ്മോടൊപ്പം ഈ സ്റ്റേജിൽ വന്ന് നമ്മെ അനുഗ്രഹിച്ച സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ, അവരൊക്കെയും ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് റബ്ബിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചാണെങ്കിൽ ഏത് സാഹചര്യത്തിലും ആ ഒരു നിലപാട് മുറുകെ പിടിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, എല്ലാ നാടുകളിലും നമ്മൾ ആദർശത്തെ പ്രചരിപ്പിക്കുവാൻ നാം മുന്നോട്ട് വരുമ്പോൾ റബ്ബ് നമ്മോടൊപ്പമുണ്ട്. ആ റബ്ബിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ചിലപ്പോൾ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാകും. മനുഷ്യന് രോഗങ്ങളും പ്രയാസങ്ങളും വരും. അത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ശിക്ഷയല്ല, മറിച്ച് പരീക്ഷണങ്ങളായിട്ട് നമ്മളത് കാണണം. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അവിടെ നമ്മൾ പരീക്ഷിച്ചാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ലാ തുസാഹിബു മഅല്ലാഹി ഇല്ലാ ബിൽ മുവാഫഖ. നീ എപ്പോഴും അള്ളാഹുവിന്റെ കൂടെ, അള്ളാഹുവിനെ പറ്റി നിന്റെ ധാരണ, അള്ളാഹു എനിക്ക് തരുന്നതെല്ലാം എന്റെ ഖൈറിന് വേണ്ടിയാണ്. വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ബിസിനസ്സുകൾ ഒരിക്കൽ പൊട്ടുന്നത് അള്ളാഹുവിനെ നമ്മോട് വെറുപ്പുള്ളത് കൊണ്ടല്ല. ഈമാൻ നിനക്കുണ്ടോ, സാലിഹായ അമലുണ്ടോ, നിന്റെ കച്ചവടം പൊട്ടിപ്പോകുന്നത് നിനക്ക് പിന്നീട് ഗുണം ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു വാഹനാപകടത്തിൽ നിനക്ക് പരിക്ക് പറ്റി നീ ആശുപത്രിയിലെത്തുന്നത് ഈമാൻ സാലിഹായ അമലുള്ള ആളാണോ എങ്കിൽ നിനക്ക് ആ പ്രയാസം ഉണ്ടാകുന്നത് അള്ളാഹുവിന് നിന്നോട് ദേഷ്യമുണ്ടായിട്ടല്ല, മറിച്ച് നിനക്ക് ഏതോ ഒരു ഗുണം അള്ളാഹു തരാനാണ്. വമാ അസാബകും മിൻ മുസീബത്തിൻ വമാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. സൂറത്തു തഗാബുൻ 11-ാം വാക്യം. മാ അസാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ് വമാ അസാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക വഅർസൽനാക ലിന്നാസി റസൂലൻ വകഫാ ബില്ലാഹി ഷഹീദാ. സൂറത്തു നിസാ 79-ാം വാക്യം. നിനക്ക് ഏതെങ്കിലും ഒരു നന്മ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നീ ചെയ്ത നന്മയുടെ പേരിൽ അള്ളാഹു നിനക്ക് തരുന്ന അംഗീകാരങ്ങളാണ്. നിനക്ക് ഏതെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുന്നത് ഉണ്ട് എങ്കിൽ അത് നീ ചെയ്ത ഏതോ തെറ്റിന്റെ കാരണം കൊണ്ട് നിന്നെ അള്ളാഹു ഇവിടെ തന്നെ ശിക്ഷിക്കുകയാണ്. പരലോകത്തേക്ക് പിന്നെ ആ ശിക്ഷ ഉണ്ടാവില്ല. നീ പാഠം പഠിക്കാൻ വേണ്ടി നിനക്കൊരു ശിക്ഷ തരികയാണ്. ഇങ്ങനെ നാം വിചാരിക്കുമ്പോൾ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, ഇസ്ലാം ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ പരാജയപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയില്ല. അവന്റെ ആ